വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് ഈ വചനം ഘോഷിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിത്തീരും. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സത്യത്തെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എവിടെയും കാണുവാൻ കഴിയും. എന്ന് പറയുമ്പോൾ ഏത് മീഡിയ നാം പരിശോധിച്ചാലും ആ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ സത്യമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെയെങ്കിലും താല്പര്യങ്ങൾ ലോകത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ഒരു കാലത്ത് വാർത്താവിനിമയം അതിൻ്റെ ഏറ്റവും പവിത്രമായ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നാം നോക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെയും നിലപാട് അത് ജനത്തെ അടിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണം സത്യത്തെ മറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെവിടെയും കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ തിരുവചനം നാം വായിച്ച വചനത്തിൽ 2 പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ നാം വായിക്കുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിത്തീരും എന്ന് പറയുമ്പോൾ വെറും ഒരു ശിഷ്യനല്ല, പിന്നെ യഥാർത്ഥ ശിഷ്യനായി ഒരു വ്യക്തി എങ്ങനെയാണ് തീരുന്നതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. രണ്ടാമത് നാം വായിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, നാം പലതിനും അടിമകളായിട്ട് ആണ് നാം ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന പദം നാം പരിശോധിക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യം? ആ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ നിയന്ത്രണത്തിലാകുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഭാരതം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഭാരതത്തിന് സ്വയം ഭരിക്കുവാനുള്ള അധികാരവും അവകാശവും, അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം, അത് വ്യക്തികൾക്കും അപ്രകാരം തന്നെ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വ്യക്തികളെന്ന് പറയുമ്പോൾ പലതരത്തിലും അടിമകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം സാധ്യമാകുകയില്ല. അത് എന്താണ്? ഒരുപക്ഷെ നമ്മളിലുള്ള ഭയം, ആ ഭയത്തിൻ്റെ അടിമകളായിട്ട് നാം ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ സംശയം, ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് പകരം നെഗറ്റീവ്, എല്ലാം നെഗറ്റീവായി കാണുന്ന ഒരു സാഹചര്യം, അതൊരു അടിമത്തത്തിൻ്റെ അവസ്ഥയാണ്. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെയും നാം മറ്റുള്ളതിന് അടിമകളാക്കി തീർക്കുന്ന സാഹചര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി പലതിലും മനുഷ്യൻ ആശ്രയിക്കാറുണ്ട്. ജീവിതത്തിൽ
സന്തോഷത്തിനു വേണ്ടി മറ്റു പലതിനെയും തേടുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇതൊന്നും ഒരിക്കലും ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. സമാധാനം അന്വേഷിച്ച് പലതിനെയും ആശ്രയിക്കുമ്പോൾ താൽക്കാലികമായി ഒരല്പസമാധാനം, അതിനുപരിയായി നിത്യമായി നിലനിൽക്കുന്ന സമാധാനം ആ വ്യക്തിക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സത്യം? കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യേശു അവനോട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞതുകൊണ്ട് സത്യമാകണം എന്ന് അക്രൈസ്തവരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ മുഖവിലയിൽ ഒരുപക്ഷെ എടുക്കുവാൻ കഴിയില്ലായിരിക്കും. പക്ഷെ നാം മനസ്സിലാക്കുക, യേശു ഇത് പറയുമ്പോൾ യേശു ആരാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പുകളെക്കുറിച്ചുമൊക്കെയുമുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. താൻ മറ്റ് ദൈവങ്ങൾ അല്ലെങ്കിൽ ആരാധനാമൂർത്തികൾ അവകാശപ്പെടുന്നത് പോലെ ഒരു വ്യക്തിയല്ല യേശു. യേശു ആരാണ്? ഏകരക്ഷകൻ എന്ന് യേശു ജനിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതാരം ചെയ്ത ദൈവപുത്രനാണ് യേശു. അതുകൊണ്ട് യേശു പറയുന്നതിന് നാം 100% ആ മുഖവിലേക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു വ്യക്തിയല്ല. യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ 1-2 അല്ല, പിന്നെ ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങളാണ് യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ സത്യവും യേശു തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നാം വായിച്ച കുർവാക്യത്തിൽ നാം കാണുകയാണ്, അപ്പോൾ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിനെ നാം വിശ്വസിച്ച് യേശു പറയുന്ന വാക്കുകൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് സത്യത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 37-ഉം 38-ഉം തിരുവചനത്തിൽ നാം വായിക്കുന്നു, പീലാത്തോസ് അവനോട്, ആകയാൽ നീ രാജാവാകുന്നുവോ എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ രാജാവാകുന്നു എന്ന് നീ പറയുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അവൻ പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ ഇവിടെ നാം വായിക്കുകയാണ്, യേശു പറയുകയാണ്, ഞാൻ രാജാവാകുന്നു എന്ന് നീ പറയുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരായി നാം ജീവിക്കണമെങ്കിൽ എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ വാസ്തവമായി സത്യമറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് യേശു നമ്മോട് പറയുകയാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ നാമം വഹിക്കുന്നത് കൊണ്ടോ ഒരിക്കലും നമുക്ക് ശിഷ്യന്മാരായി തീരാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞ വാസ്തവമായി നിങ്ങളെൻ്റെ ശിഷ്യന്മാരായി തീരുമെന്നുമ്പോൾ ട്രൂ ഫോളോവർ, ട്രൂ ഡിസൈപ്പിൾ,
ആയി തീരണമെങ്കിൽ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകണം. യേശു പറഞ്ഞ കാര്യങ്ങൾ 100% വിശ്വസിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗലേഷ്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവീൻ, വീണ്ടും അടിമ നുകത്തിന് കീഴ്പ്പെട്ട് പോകരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വാതന്ത്ര്യത്തിനായിട്ടത്രേ യേശു ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ പാപങ്ങൾ മോചിച്ച് ആ അടിമത്തത്തിൽ നിന്നും, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് പിതാവാം ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. ആ യേശുവിൽ നാം വിശ്വസിക്കുകയും യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യമുള്ളവരായി അടിമത്തത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരും എന്ന് തിരുവചനം ഓർപ്പിക്കണം. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, വീണ്ടും അടിമ നുകത്തിന് കീഴ്പ്പെടരുത്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും സംശയങ്ങളുണ്ടാക്കുന്ന, സത്യം എന്തെന്നറിയാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ വാസ്തവമായും ഈ സത്യമറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വചനത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നാം അത് ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം 109-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. 109-ാം സങ്കീർത്തനം 105-ാമത്തെ തിരുവചനം, നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുമ്പോൾ ജീവിതയാത്രയിൽ ഈ ലോകത്ത് നാം ജീവിക്കുന്ന കാലത്തോളം ദൈവത്തിൻ്റെ വചനം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ നിമിഷവും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ദീപം, ഇരുളടഞ്ഞ അന്ധകാരം നിറഞ്ഞ പൈശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകുന്ന ഈ ലോക ജീവിതയാത്രയിൽ നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ആശ്രയമായ ഒരു ജീവിതം നയിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരും. മാത്രമല്ല അത് നാം വായിക്കുകയാണ്, എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ നമ്മുടെ യാത്രയിൽ പ്രകാശമായി ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മെ നയിക്കുന്നു എന്ന് നാം ഇവിടെ കാണുകയാണ്. നമുക്കറിയാം, തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ, പാപം നിറഞ്ഞ, ബന്ധനങ്ങൾ നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ അവിടെ നമ്മുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി ഇരിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് നാം പഠിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമാകുന്ന യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ദർശനങ്ങൾക്കും വാക്കുകൾക്കൊക്കെയും വെളിച്ചമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനം നമ്മെ സത്യത്തിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ, ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല.
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം തന്നെ. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിനെതിരായി സാക്ഷ്യം പറയുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളാണെന്ന് കണ്ടെത്താം. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും നശിച്ചുപോയി. നാം ജീവിതത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും ദയനീയരത്രേ. അപ്പോൾ യേശു ജനിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം ഈ ജീവിതത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും ദയനീയരത്രേ. അപ്പോൾ അതെത്രയോ ആ വിശ്വാസമില്ലാത്ത അവസ്ഥ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ ആക്കിയിരിക്കുന്നു എന്നിവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനവും ജീവിതവും യേശു നമ്മെ പഠിപ്പിച്ചതും നാം 100% വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവവചനത്തിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുമ്പോൾ എല്ലാവിധ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഭാഗ്യം നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ടാകുകയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. മക്കൾ എപ്പോഴും മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായി, സന്തോഷകരമായി, എല്ലാ അടിമത്തത്തിൻ്റെയും നുകത്തിൽ നിന്ന് അവൻ വിമോചിതനായി ജീവിക്കുവാൻ കഴിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, 1-ാം അധ്യായം 21 മുതലുള്ള വാക്യം, ആകയാൽ എല്ലാ മാലിന്യവും വർദ്ധിച്ച ദുഷ്ടതയും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതായി നിങ്ങളിൽ നട്ടിരിക്കുന്ന വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുന്നവരും ആയിരിക്കുവിൻ. ഒരുവൻ വചനം കേൾക്കുന്നവനാണെങ്കിലും അത് പ്രാവർത്തികമാക്കാതിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവനോട് തുല്യനാകുന്നു. അവൻ തന്നെ തന്നെ കണ്ട് പുറപ്പെടുകയും താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ തന്നെ മറന്നുപോകുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവവചനം നാം കേൾക്കുക മാത്രമല്ല, ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയണം എന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. അപ്പോൾ ദൈവവചനം നാം കേൾക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുന്നവരും ആയിരിക്കുവിൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതും വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള വചനത്തിൽ ആശ്രയിച്ചും വിശ്വസിച്ചും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തി യേശുവിൻ്റെ ഒരു ശിഷ്യനായി, യഥാർത്ഥ ശിഷ്യനായി തീരുന്നത്. എന്ന് പറയുമ്പോൾ നാം ഇവിടെ വായിച്ചു, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരുമെന്ന് പറയുമ്പോൾ സാധാരണ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ യേശു നാമം വഹിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ യേശു ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, ഒരു ശിഷ്യത്വത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. യേശുവിൻ്റെ ശിഷ്യൻ യേശുവിനെ പോലെ ആകണം എന്ന് യേശു ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശുവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നാം വളരുമ്പോഴാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് എങ്ങനെയാണ് വളരുന്നത്? ദൈവവചനം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് കുറവുകളെയും വീഴ്ചകളെയും നമുക്ക് മനസ്സിലാക്കി അവ തിരുത്തി നാം മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും അതിലൂടെ യേശുവിൻ്റെ
വാസ്തവമായ ശിഷ്യരായി തീരുവാൻ കൊണ്ട് നമുക്ക് കഴിയുകയും ചെയ്യുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനം നമുക്ക് നൽകാൻ കഴിയാറുണ്ട്? ആ ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ദൈവവചനം തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് വിശ്വസിക്കുവാനും അവയെ ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ഈ വചനത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായി യേശുവിൻ്റെ ശിഷ്യന്മാരായി നിലനിൽക്കുവാൻ തൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ നിലനിൽക്കുമ്പോൾ നാം സത്യത്തിൽ നിലനിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി മുമ്പോട്ട് പോകാൻ, മറ്റൊന്നും നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുവാൻ ഇടയാകാതെ മുമ്പോട്ട് പോകാൻ തൊക്കെ നമുക്ക് കഴിയും. എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ പലതിലും നാം അടിമയാകുവാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയത്തിൻ്റെ, നിരാശയുടെ, അല്ലെങ്കിൽ സന്തോഷം, അസമാധാനത്തിൻ്റെയൊക്കെയും അടിമയാകുന്ന, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാകുന്ന, അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമകളായിത്തീരുന്ന സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. എന്നാൽ വാസ്തവമായ ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ അത് നമ്മെ സ്വതന്ത്രരാക്കും. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ അപ്രകാരം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് അനുഗ്രഹം പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം ഈ വായിച്ച തിരുവചനം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായിത്തീരും. അങ്ങനെ ഒരു ട്രൂ ഡിസൈപ്പിളായി നാം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിലനിന്ന് ഫലം പുറപ്പെടുവിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരായി എന്ന് പറയുമ്പോൾ യേശു ചെയ്തതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ, യേശുവിൻ്റെ ആർദ്രതയും മനസ്സലിവും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ദൈവത്തോടുള്ള സ്നേഹവും സമസൃഷ്ടികളോടുള്ള സ്നേഹവും യേശുവിനെ പോലെ നമുക്കും ഉണ്ടാകുവാൻ ഈ വചനം മുഖാന്തരമായി തീരും. വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവം ക്രമപ്പെടുത്തും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.